അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ടും വീഡിയോസും ഷോർട്സും ഒന്നും നേരെ ചൊവ്വേ വരായിട്ട് ഒരുപാട് മെസ്സേജുകളുണ്ട്. എന്നെ ഒരുപാട് സ്നേഹിക്കണ മുത്തുമണികൾ മെസ്സേജ് ഇടൽ തുടങ്ങിയാണ്. എന്താ അപ്പാത്ത വീഡിയോ ഇടാത്ത, കൈ ശരിയായില്ലേ ചോദിച്ചു കണ്ട്. ഇത് നമ്മളെ പെരുന്നാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പെരുന്നാളിന് ഞാൻ പുഡിങ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്നാണ് വിട്ടുതരാമെന്ന് കരുതി. നിങ്ങളോട് കുറച്ചു നേരം വർത്താനും പറയാം, എന്നാൽ മനസ്സിക്കൊരു സമാധാനമാണല്ലോ. കൈജ് റെഡിയായി വരുന്നുള്ളൂ മക്കളെ. അതെന്നിങ്ങനെ ശരിയാകുക? വൈദ്യര് കെട്ടും, ഞാൻ ഇവിടെ വന്നാൽ കഴിച്ചും, വൈദ്യര് കെട്ടും, ഞാൻ ഇവിടെ വന്നാൽ കഴിച്ചും. പിന്നെ എങ്ങനെയാണ് മാറുക? ഏകദേശം ഒരു പരുവയ്ക്കണ് കയ്യിൻ്റെ മുട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്തായാലും ആ ഇഞ്ചക്ഷൻ വെക്കാൻ പോകണം, അല്ലാതെ ഒന്നും നടക്കൂല. അപ്പം നമ്മളെ ഷെയ്മോക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതല്ലേ. അപ്പം പിന്നെ ആ നോക്കാമെന്ന് കരുതി പോലെ എല്ലാവരും കൂടി അങ്ങോട്ട് നോക്കട്ടെ പണിയും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ എന്താ, കൈ ശരിയായി വരുന്നുള്ളൂ. ഇത് നമ്മളെ പഴയ വീഡിയോസാട്ടോ. അന്ന് കയ്യിനൊരു കുഴപ്പമില്ലായിരുന്നു. അന്ന് ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിരുന്നു ഈ പുഡിങ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പം അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിക്കാണ്ട് അന്ന് ഏതായാലും ഇതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വീഡിയോസ് ഇടാമെന്ന് കരുതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പറ്റങ്ങോട്ട് താറുമാറാവും മക്കളെ വീഡിയോസ് ഒന്നും ഇടാഞ്ഞാൽ. നമ്മൾ കച്ചവടം കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് അൽഹംദുലില്ലാ റാത്തായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ, പെരുന്നാൾക്ക് നമ്മളെ മിന്നുമാനെ കുളിപ്പിച്ചിക്കാണ്ടേ നമ്മൾ ഷൈമോള് മാറ്റി കൊടുത്തപ്പോൾ ചായൻ്റെ വെള്ളം കൊടുത്താണ് കേട്ടോ. പിന്നെ ചൈന ഗ്രാസ് ആണ് കേട്ടോ മക്കളെ ആ കുറുക്കി എടുക്കുന്നത്. 2-3-4 ഗ്ലാസ് വെള്ളം ചൂടാക്കിക്കാണ്ട് അതിലിടുക കേട്ടോ. അപ്പുറത്ത് നമ്മളെ പാലാണ് കേട്ടോ. പാല് നമ്മളെ മിൽമൻ്റെ പച്ച കവറിലെ പാല് വാങ്ങിക്കൊണ്ടിട്ടോ. നമുക്ക് പായസം ഉണ്ടാക്കാനും അതേപോലെ പുഡിങ് ഉണ്ടാക്കാനും ഏറ്റവും സൂപ്പറായത് ആ മിൽമൻ്റെ പച്ച കവറിലെ പാലാട്ടോ. നീലയും പച്ചയും ചുവപ്പും റോസൊക്കെ ഉണ്ടല്ലേ. അതിൽ പച്ച കവർ കുറച്ച് കട്ടിപ്പാലാരും പായസം ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കൽ അങ്ങനത്തെ പാലാട്ടോ. അതാവുമ്പോൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടിയും ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു കട്ടിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. പായസം ഉണ്ടാക്കാനും അത് 1-2 കവർ ഉപയോഗിച്ചാൽ മതി. മറ്റേ നമ്മളെ നീല മിൽമൻ്റെ പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 10 കവർ പറഞ്ഞാലും അത് കുറുങ്ങി കഴിഞ്ഞപ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ മക്കൾ. ഇത് പെട്ടെന്ന് കുറുകും കേട്ടോ. അപ്പോൾ അത് രണ്ടും അടുപ്പത്ത് വെച്ചിരിക്കണ, രണ്ടും ഒപ്പം വെക്കണം കേട്ടോ. പാല് ചൂടാവണതിനനുസരിച്ച് നമ്മളെ ചൈന ഗ്രാസും ഒപ്പം രണ്ടും റെഡിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളെ കസ്റ്റാർഡ് പൗഡറാണ്. അതിലിപ്പോൾ ഞാൻ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ അന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് പോന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും അന്ന് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അന്ന് ഭയങ്കര തിരക്കായിരുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ. നമ്മളവിടെ വീഡിയോസ് എടുക്കുമ്പോഴേ ആൾക്കാരൊക്കെ ഉണ്ടാകും പോലെ മുഖമൊക്കെ പെടുമ്പോൾ മോശത്തരല്ലേ. എനിക്കതൊക്കെ മോശത്തരാ കേട്ടോ. എല്ലാവരും എടുക്കണ പോലെ ഞാൻ എടുക്കലില്ല. അത് വേറെ ആൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്തിക്കാണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പോൾ ഒന്ന് പച്ചയാണ് പിസ്ത, ഒന്ന് സ്ട്രോബെറിൻ്റെ. ഇത് രണ്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൽ ഏറ്റവും സ്ട്രോബെറിയാണ് മക്കൾക്ക് ഇഷ്ടം കേട്ടോ. 2 മിൽക്ക് മേഡിൻ്റെ കുപ്പി വാങ്ങിക്കണം. ഒന്ന് പായസത്തേക്ക് ഉപയോഗിക്കുക, ഒന്ന് നമ്മളെ ഇതേപോലെ പുഡിങ് ഉണ്ടാക്കണേക്കും കേട്ടോ. അപ്പം നമ്മൾ പുഡിങ് ഉണ്ടാക്കിക്കാണ്ട് കാണിച്ചു തന്നു എന്നല്ലാതെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടില്ല അല്ലേ. എല്ലാവർക്കും അറിയാം, എല്ലാവരും ഉണ്ടാക്കണതാണ് യൂട്യൂബിലൊക്കെ നോക്കിക്കാണ്ട്. ഞാനും അങ്ങനെ തന്നെയൊക്കെ പഠിച്ചതാണ് കേട്ടോ. പക്ഷേ ഈ സാധനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഉണ്ടാക്കലുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് ഭയങ്കര തൃപ്തിയുള്ള സാധനമാണ് പായസം അല്ലെങ്കിലും പുഡിങ് കേട്ടോ. അത് ഇനി എൻ്റെ ഇവിടുന്ന് ഫാമിലിയിൽ നിന്നായാലും കാക്കൂൻ്റെ ഫാമിലിയിൽ നിന്നായാലും കുട്ടികളൊക്കെ വരുമ്പോഴേ പായസം ചോദിച്ചൂല, കുഞ്ഞമ്മ പുഡിങ് ഉണ്ടോ എന്നാണ് ചോദിച്ചാൽ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കലുണ്ട്, വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ലേലും. അപ്പോൾ ആ കാലിക്കുപ്പിക്ക് തല്ലിടും കരുതിക്കാണ്ട് ആ കുപ്പി ചോദിച്ച് വന്നതായിരുന്നു കേട്ടോ. കുപ്പി കൊടുത്തില്ല. അതിൻ്റെ ഉള്ളിൽ കഴിച്ചിട്ട് കഴിഞ്ഞാൽ ആകെ മുറിയും പൊളിയാവും മക്കളെ. പെരുന്നാളല്ലേ, ഡ്രസ്സൊക്കെ ഇട്ടുകാണ്ട് മാറ്റി ഒരുങ്ങിയതല്ലേ. അപ്പോൾ ലേസാണ് കൈജിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ അതിൻ്റെ ഉള്ളിൽ തോണ്ടലാവുമ്പോൾ ഒരാൾക്ക് മാത്രമേ ഡബ്ബ കൊടുത്താൽ പോരാ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര മൂർച്ചുമല്ലേ, കൈജൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുറിയാവും. ഇനിയിപ്പോൾ നല്ലൊരു പെരുന്നാളായോടത്ത് നിലയും വിളിയും വേണ്ടായിരുന്നിക്കാണ്ട്. അപ്പോൾ നമ്മളാ പാലിക്കാണ് ഞാൻ ആ പാലിന് കേട്ടോ. പാല് കുറേ നേരം കാച്ചൊന്നും വേണ്ട കേട്ടോ. ഒന്നും കൂടെ കാച്ചിയാൽ മതി.
തിളക്കൊന്നും വേണ്ട കേട്ടോ, ഒന്നിങ്ങനെ കുരു പൊന്തൂലേ. എന്താ വെച്ചാൽ ഈ പച്ചപ്പാൽ പച്ച കവറിലെ പാലിന് ഒരു കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ഒന്ന് ചൂടാക്കി അതിൻ്റെ കുമിളകൾ തിളച്ചുകൊണ്ട് പൊന്തൊന്നും വേണ്ട. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ മിൽക്ക് മേഡ് ഒഴിച്ച് ഇത്തിരി പഞ്ചാര ഇട്ടാൽ മതി കേട്ടോ. കാരണം മിൽക്ക് മേഡിന് ഭയങ്കര മധുരമാണ്, നമ്മളെ മധുരത്തിനനുസരിച്ച്. മറ്റത് ഓഫാക്കരുത് കേട്ടോ, ചൈന ഗ്രാസ് ഓഫാക്കാൻ പാടില്ല. ഓഫാക്കി കഴിഞ്ഞാൽ അത് കുരു ബബിൾ ഇങ്ങനെ പൊന്തും. നമ്മളിവിടെ പറയട്ടോ, എന്താ പറയുക, നമ്മളെ ഈ സാബൂനരിയില്ലേ, കണ്ണരി എന്നൊക്കെ പറയാം, അതേപോലെ കുരുവായി നിൽക്കും. അപ്പം അങ്ങനെ ആകാക്കാൻ സിമ്മിൽ വെച്ചുകാണ്ട് അതവിടെ വെച്ചാൽ മതി കേട്ടോ. രണ്ടും ഇനി ഞാൻ 2 പാത്രത്തേക്ക് ഒന്ന് നമ്മളെ കസ്റ്റാർഡ് പൗഡർ നമ്മളെ ഇത് ഒഴിച്ചിക്കണ്, സ്ട്രോബെറിൻ്റെ ഒഴിച്ച് വെച്ചിക്കണ്, ഒന്ന് നമ്മളെ പിസ്തൻ്റെ ഒഴിച്ച് വെച്ചിക്കണ്. ഇനി കണ്ടോ തരിപ്പിയിലാക്കി കണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്താണെന്നോ ഒരു കുരു ഉണ്ടാവും. ആ കുരു തിന്നുമ്പോൾ രസാരം, പക്ഷേ അതൊരു ഭംഗി കിട്ടൂല. ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കും. ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പുഡിങ് നന്നാവലുണ്ട് കേട്ടോ. ഇനി നന്നാവാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ആ കോഴിക്കൊക്കെ പൊരിച്ചണ കോൺഫ്ലവർ പൊടിയില്ലേ ഇട്ട് കണ്ടും ഉണ്ടാക്കട്ടോ. ഇവിടെ ഇനി ഈ സാധനം ചൈന ഗ്രാസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ കുത്തി കലക്കി കണ്ടൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. മക്കൾക്ക് ഭയങ്കര തീർപ്പതി ആരാ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ ഇളക്കിയും കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കട്ട പിടിച്ചു. ഇനി അത് ചൂടാറും മുന്നേ 2 ലെയറായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കൂടിയും കാണിച്ചു തരണ്ട് കേട്ടോ. ആ സാധനം ഞാൻ വാങ്ങി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലേ, കുറേ കാലം പണ്ട് നമ്മൾ ആ പെരയിൽ നിൽക്കണമെന്നില്ലേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, അതൊക്കെ നമുക്ക് വാങ്ങണം പറയില്ലേ. ഞാൻ അപ്പുറത്തെ പെരയിൽ നിന്ന് ഇപ്പുറത്തെ പെരയിൽ നിന്നൊക്കെ കൊണ്ടുവരലാണ് കേട്ടോ. അതിൻ്റെ നമ്മൾ ഇത് ഉപയോഗിക്കണ സാധനങ്ങൾ ഇതാക്കണം. ആ ചൂട് കൊടുക്കൽ നല്ലോണം ഇളക്കിയിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് അയക്കും പാർന്നു, മറ്റേ പിസ്തൻ്റെ മറ്റേക്കും പറഞ്ഞു. ഇങ്ങനെ 2 ലെയറായി എടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാട് ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുട്ടികളും മക്കളൊന്നും ഇല്ലാത്തവർക്ക് അതിനായിട്ട് നിൽക്കണവർക്ക്. ഇത് ഈ മക്കളുണ്ടല്ലോ ചുറ്റും അങ്ങോട്ട് നോക്കി നിൽക്കൂട്ടോ. 2 ഡബ്ബയൊന്നും പറഞ്ഞിട്ടില്ല, ഒന്ന് പായസത്തേക്ക് പറഞ്ഞ കേട്ടോ. മിൽക്ക് മേഡ് ഞാൻ കാണുമ്പോൾ ഞാൻ ചോദിച്ചു, അടുത്ത ആങ്ങൾ 2 പറഞ്ഞു ചോദിച്ചു, 1 പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബിരിയാണി ചെമ്പുണ്ട്, ബിരിയാണി തിന്നോക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിക്കണില്ലേ. ഇത് കണ്ടോ 2 എണ്ണം ആക്കി കണ്ട് വെച്ചു കേട്ടോ. 2 കലക്കി മധുരമൊക്കെ പാകണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിട്ടോ. ഇനി ലേസം അണ്ടിപ്പരിപ്പോ ബദാം പരിപ്പോ അതൊക്കെ പിന്നെ ഞാനിപ്പോൾ ഇവിടെ നെഡ്സിക്ക് കൊണ്ടുവരണോണ്ടേ ഒരു 3-4 മണിയൊക്കെ ഞാൻ ഇവിടെ പാത്തക്കൂട്ടോ. എന്തേക്കും നമുക്ക് ബിരിയാണിക്കോ ഒക്കെ ഇടാനും വേണ്ടിയിട്ട് അന്ന് ഞാൻ പ്രത്യേകിച്ച് ലേസം പാത്തച്ചിരുന്നു. ഇതുപോലെ എന്തേലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രാഷ് ചെയ്തിടുമ്പോൾ നല്ല രസമാണ് അല്ലേ. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും വർത്താനത്തിൽ കേട്ടോ. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷും ഒക്കെ പഠിച്ചു തുടങ്ങിയേക്കണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ പഠിച്ച ലെവലാകുക. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 സാധനങ്ങൾ കണ്ടോ. ഇത് പുഡിങ്ങിൻ്റെ പാത്രമാണ് കേട്ടോ. കുറേ കാലമായി ഒരുപാട് ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ. എപ്പോഴും ഞാൻ ഓരോ പാത്രം ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങളോട് പറയലുണ്ടായി നമ്മളെ പഴയ പെരയിലായെന്നില്ലേ. അതൊക്കെ കുത്തി നെളിങ്ങിയ പാത്രങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ പുതിയത് വാങ്ങണം എന്ന് ഞാനിങ്ങനെ എപ്പോഴും നിങ്ങളോട് പറയായിരുന്നു അല്ലേ. ഇപ്പം നമ്മളിങ്ങനെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടേ നമ്മൾ ഇൻഷാ അല്ലാഹ് ഒക്കെ അങ്ങനെ വാങ്ങി വരും. ഒക്കെ റബ്ബിൻ്റെ ഓരോ ഹൈറും ബർക്കത്തും ഒക്കെ കിട്ടുന്നതാണ്. അപ്പം ഇത്തിരി നെയ്യ് ബട്ടറില്ലോലെ ബട്ടറൊക്കെ ഇതാക്കും കേട്ടോ. ഓല വീഡിയോയിൽ ഇങ്ങനെ പറയും യൂട്യൂബിൽ ഇത് ചെയ്യണോലൊക്കെ ബട്ടർ തേക്കിക്കോളിയെന്ന്. ഇവിടെ ബട്ടറൊന്നുമില്ല. അപ്പോൾ മിൽമൻ്റെ നെയ്യ് തൂക്കിക്കാണ് കേട്ടോ. ഇനി കണ്ടോ ആദ്യം ഞാൻ പിസ്ത പാർന്നിക്കുകയാണ് കേട്ടോ. 3 പാത്രത്തേക്ക് എടുത്തുക്കണം. 3 പാത്രം പറഞ്ഞാൽ ഒരു കുഞ്ഞിപ്പാത്രം വേറെ എടുത്തു കേട്ടോ. മറ്റേ ലെയർ വെക്കാൻ നമുക്ക് ഇത് കിട്ടൂല. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിച്ചു. ഫാൻ്റെ ചോട്ടിലൊക്കെ വെച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ വേഗം കട്ട പിടിച്ചു. ഇനി നമ്മൾ വേഗം ഫ്രിഡ്ജിക്ക് കയറ്റട്ടെ കേട്ടോ. ഇത് 2ഉം ഫ്രിഡ്ജിക്ക് കയറ്റട്ടെ. ഫ്രിഡ്ജിക്ക് കയറ്റിയിട്ട് ഒന്നുകൊണ്ട് അടച്ച് വെക്കട്ടെ. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള പരിപാടി ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താ വെച്ചാൽ മിന്നും പൊന്നും ഇവിടെ ഇങ്ങനെ കാവൽ കുത്തിറക്കുകയാണ്. ഈ കുട്ടികളിലെ പരിയിലൊന്നും ഇങ്ങനെ ക്ഷമയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേനും അത് അതിൻ്റെ മുകളിലൊന്ന് സെറ്റാവും കേട്ടോ. അപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് സെറ്റാവോളം നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മളെ റോസ് മിൽക്ക് ഉണ്ടല്ലോ അത് വേഗം സെറ്റാവുമോ കരുതി പേടിച്ചിട്ട് ഇത് വേഗം ഫ്രിഡ്ജിൽ വെച്ച് കണ്ടാണ് സെറ്റാക്കി കേട്ടോ. അപ്പോൾ ധൃതി ഇങ്ങനെ കൂട്ടുകയാണ് ഞാനിതിങ്ങനെ കട്ടാവുമോ കരുതി കണ്ട്. അണ്ടിപ്പരിപ്പും ബദാം പരിപ്പൊക്കെ ഇങ്ങനെ ഇനി നമ്മളെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇട്ടോണ്ടിട്ടോ. നല്ല ചൊറുക്കാരം കാണാനും മുകളിൽ. അപ്പോൾ ഇതില്ലായിട്ടാണ് ഞാൻ പച്ച താഴെ ഒഴിച്ചേക്കുന്നത് കേട്ടോ. മറ്റേ പച്ച മുകളിൽ ഒഴിച്ചുമ്പോൾ ഞാൻ ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാരം അത് മുറിച്ചിടുമ്പോൾ കേട്ടോ. പല രീതിക്കൊക്കെ ചെയ്യാം. ഞാനിങ്ങനെ ചെയ്യണം കേട്ടോ. ഇതാക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ മെല്ലെ പാരുകയാണ് കേട്ടോ. നല്ലോണം തൂക്കിക്കാണ്ട് ആ പാട്ട് കൊണ്ടാണ് പാരാൻ പറ്റൂല. അപ്പോൾ കുണ്ടനടായി ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെല്ലെ പാർന്നു കൊടുത്താൽ മതി. കാരണം ഞാനൊരു 2-3 മിനിറ്റ് വെച്ച് കണ്ടേ ആ പിസ്തൻ്റെ ഒന്നും കൂടി സെറ്റാക്കിയിരിക്കുകയാണ്. കാരണം പുറത്ത് വെച്ചാൽ തന്നെ സെറ്റാവും, പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ റോസ് മിൽക്കും സെറ്റാവും.
അപ്പോൾ അതിനുള്ള ഇട വരുത്തരുത്. 2 ലെയർ ആവുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എളുപ്പമുണ്ട് മക്കളെ. ഇനി ഞാൻ പറഞ്ഞുതരാം. കോൺഫ്ലവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പാലിൽ കലക്കിക്കാണ്ട് ഈ പിസ്തൻ്റെ എസൻസ് കിട്ടിയാലും മതി. നമ്മൾ റോസ് മിൽക്ക് വാട്ടറൊക്കെ കലക്കുമല്ലോ, വെള്ളം കലക്കണത്, അതിലിട്ട് കാണ്ട് കലക്കുക. എന്നിട്ട് നമ്മളെ കോൺഫ്ലവറും അതിക്കിട്ട് കാണ്ട് ഇളക്കിയിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ. എന്നിട്ട് അങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തോളൂ. കുട്ടികൾക്ക് തീർപ്പതി ആരം 5-6 കലക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ സെറ്റപ്പിലൊക്കെ കുറച്ചൊക്കെ സെറ്റപ്പിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെരുന്നാക്കൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞാൽ മതി. പറ്റ തൂവി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലെ കട്ടിപ്പ് ഉണ്ടാവുള്ളൂ. ആ പച്ചൻ്റെ അടിഭാഗം നേർക്ക് ഇങ്ങോട്ട് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ കുണ്ടനാടായി ആയിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അവിടെ പോകും കേട്ടോ. പിന്നെന്താ നിങ്ങളെയൊക്കെ വർത്താനം. ലേഹം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ലേഹത്തിൻ്റെ പരസ്യം പറയുന്നുണ്ട്. ലേഹം കഴിഞ്ഞിട്ട് ഇന്ന് ഉണ്ടാക്കും കേട്ടോ. ഇന്ന് പുതിയ ബാച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടിയവർ പെട്ടെന്നാണ് ഓർഡർ ചെയ്തോളി. എല്ലാവരും വിട്ടിട്ടുണ്ട് കേട്ടോ. മാക്സിമം ഞാൻ വിടുന്നുണ്ട് മക്കളെ. ഒറ്റക്കൈജോണ്ടായിട്ടോ ഒന്ന് ക്ഷമിക്കോണ്ടിട്ടോ. ഒറ്റക്കൈജാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ആക്കി തീർക്കണ്ടേ. എഴുതല്ലേ ഞാൻ എന്നെ എഴുതി തീർക്കണം. കാരണം കുട്ടികളൊന്നും ഞാൻ ഏൽപ്പിച്ചലില്ല. അങ്ങനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എന്താണെന്നോ ഓല് പിൻകോഡൊക്കെ തെറ്റ് ചെയ്തു. അപ്പം ഇത്തിരി നേരം വൈകിയാലും എന്തായാലും നിങ്ങളെ കയ്യിൽ എത്തും സാധനം കേട്ടോ. നമ്മളെ പ്രൊഡക്റ്റൊക്കെ 3-4 ദിവസം അതിൻ്റെ ഉള്ളിൽ എത്തലുണ്ട്. അത് വാങ്ങണവർക്ക് നേർക്കറിയാം. അപ്പോൾ ഈ പ്രാവശ്യം ഇത്രയും നേരം വെകണം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിട്ടിട്ടുണ്ട്, മാക്സിമം വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ. ആ ഒരു കുറച്ച് ഈ 5-ാം തീയതി 6-ാം തീയതി ഒക്കെ തന്നതുള്ളൂ. ഓലത് ഇനി നാളെ വിടുള്ളൂ. ഇന്ന് പുതിയ ലേഹം ഉണ്ടാക്കുന്നുണ്ട്. ആ ലേഹമായിരിക്കും ഓൽക്ക് വരിക കേട്ടോ. അപ്പോൾ എന്തായാലും 5-ാം തീയതി 6-ാം തീയതി ഒക്കെ പൈസ തന്നോല് ഒന്നും ക്ഷമിക്കോണ്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതാക്കണം. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടാൽ നല്ല ചൊറുക്കുണ്ടാവും കേട്ടോ കാണാൻ. അതൊന്നും ഞാൻ ആ തിരക്കിൽ വാങ്ങാൻ കിട്ടിയില്ല കേട്ടോ. എനിക്ക് 100 സോയലാരും മക്കളെ. ഇനിയിപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഈ കച്ചവടം, എണ്ണക്കച്ചവടം, ഇതിൻ്റെ ഇടയിൽ കൂടെ കോള് വരും. മാക്സിമം വാട്സപ്പ് ചെയ്ത് വെക്കോണ്ടിട്ടോ. നമ്മളെ നമ്പറിൽ 894335187005 ആ നമ്പർക്ക് വാട്സപ്പ് ചെയ്ത് വെച്ചോണ്ടി. നേരം വൈകിയാലും ഞങ്ങൾക്ക് വോയിസ് ഓവർ തരും കേട്ടോ. അപ്പോൾ വേണ്ടിയോല് പെട്ടെന്ന് അങ്ങോട്ട് ഓർഡർ ചെയ്തോളി. തടി നന്നാവാനൊക്കെ എല്ലോലും അത് ബ്ലഡ് കൗണ്ട് കൂടാനും അസ്ഥിവർക്കം വെള്ളപ്പോക്ക് കുറയാനും ആണിനും പെണ്ണിനും ഒക്കെ കഴിക്കാം. ക്ഷീണത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. വാങ്ങിയാലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി. അപ്പോൾ അതാക്കണം. ഒരു 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. താഴെ വെച്ചാൽ മതി കേട്ടോ. പക്ഷേ ഇവിടെ ധൃതിയാണ്, നിങ്ങൾക്ക് അറിയില്ല മക്കളെ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതാണ് മുറിച്ച് കൊടുത്താൽ മനസ്സിക്ക് സമാധാനമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ, നിങ്ങളോടൊക്കെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. എന്തെങ്കിലും സാധനം ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ വാതിൽ ഒരു 10 വട്ടം തുറന്ന് നോക്കും. അടക്കുക തുറക്കുക, അടക്കുക തുറക്കുക. മനുഷ്യർ ബാത്റൂമിലാണെങ്കിലും ദേഷ്യം വരും കേട്ടോ. അപ്പോൾ നിങ്ങളോടെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ മക്കൾ. അപ്പോൾ ഞാൻ എന്താ കാട്ടിയിരുന്നു, വേഗം മേലെ വെച്ച് കണ്ടാണ് സെറ്റാക്കി കണ്ട് താഴത്തേക്ക് വെച്ചു കേട്ടോ. അതാണ് ഓരി വെച്ച് കൊടുത്താലേ മനസ്സിക്ക് സമാധാനം. പെരുന്നാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ അന്തം വിട്ട് ചോദിച്ചണ്ട താത്ത കൈജ് ശരിയായോ, കൈജ് ശരിയായി കൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ ശരിയായിക്കോളൂ. റെസ്റ്റ് എടുക്കണം, എന്നാലേ മാറുള്ളൂ മക്കളെ. എവിടെ വെച്ച് റെസ്റ്റ് എടുത്താലാണ് ഒക്കെ ശരിയാകുക. അപ്പോൾ ഇതാക്കണം. ഇങ്ങനെ നേർക്കിട് പോകും. അടിയിൽ ലേസം മേക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി കൊടുത്താലേ നേർക്കിട് പോരും. ഇനി മമ്മാക്ക് കൊടുക്കട്ടെ കേട്ടോ. മമ്മാൻ്റെ പുത്തൻ മാക്സി രസമുണ്ടോ മക്കളെ? മമ്മാക്ക് ഞാൻ മാക്സി എടുത്തിരുന്നു. ആ തട്ടുണ്ടല്ലോ, തട്ടത്തിൻ്റെ കളർ എടുത്തിരുന്നു. ഇത് എൻ്റെ കാക്ക് എടുത്താണ് കേട്ടോ. കാക്ക് കൊടുത്താണ് ഉമ്മാക്ക് മാക്സി. അപ്പോൾ ഓലൊക്കെ വന്നു പോയിട്ടോ. അപ്പോൾ നമ്മൾ റിതു തിന്നുണ്ട് പുഡിങ്. ഓനോട് പറയാം ഇങ്ങനെ ഉണ്ട് എന്ന്. ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുഡിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ വല്ലാതെ വീഡിയോസും കാര്യങ്ങൾക്കൊന്നും വരലില്ല. അപ്പോൾ എണ്ണക്കും ലേഹത്തിനൊക്കെ വേണ്ടിയല്ലോ ഓർഡർ ചെയ്തോളി. അസ്സലാമു അലൈക്കും.